സാഹിത്യ അക്കാദമിക്കെതിരെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്ത് വന്നതാണ് ഈ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. സാഹിത്യോത്സവത്തിൽ വിളിച്ചുവരുത്തി കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചു എന്നാണ് കവിയുടെ ആരോപണം. അക്കാദമിയുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചു. പിന്നാലെ ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിച്ചെങ്കിലും വിവാദത്തിന് നിൽക്കാതെ അത് പിൻവലിക്കുകയും ചെയ്തു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉന്നയിച്ച പൊതുപ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണും എന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. സാഹിത്യോത്സവത്തിൽ വിഷയാവതരണത്തിന് വിളിച്ചുവരുത്തി തുച്ഛമായ പ്രതിഫലം നൽകി അപമാനിച്ചു എന്നതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനം. അത് വിശാല അർത്ഥത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. സാഹിത്യകാരന്മാരോടുള്ള അവഗണന തന്നെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജനുവരി 30 സാർവദേശീയ സാഹിത്യോത്സവത്തിൽ കുമാരനാശാന്റെ കരുണയെക്കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രസംഗിച്ചത് 2 മണിക്കൂറിലേറെ. പ്രതിഫലമായി കിട്ടിയത് 2400 രൂപ മാത്രമെന്ന് കവി. സീരിയലിൽ അഭിനയിച്ചുണ്ടാക്കിയ 1100 രൂപ കയ്യിൽ നിന്നെടുത്താണ് വണ്ടിക്കൂലി കൊടുത്തതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലിൽ തന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നും കുറിപ്പ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ വിഷമത്തിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചു. ബാലചന്ദ്രന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന എന്നുള്ള നിലയ്ക്കാണ്. അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ബാലചന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. യാത്രാപ്പടിയെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ അത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ശരിയായ വഴിയെന്ന് ഓർമ്മപ്പെടുത്തൽ. പൈസ വാങ്ങാതെ താൻ അനേകം പരിപാടിക്ക് പോയിട്ടുണ്ടെന്നും സച്ചിദാനന്ദൻ. മണിക്കൂറുകൾക്കുള്ളിൽ കുറിപ്പ് പിൻവലിച്ച് വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമവുമുണ്ടായി. ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി സംസാരിച്ചെന്നും പ്രശ്നം പണമല്ലെന്നും മന്ത്രി സജി ചെറിയാൻ. അത് അവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട് പറ്റിയൊരു പിഴവാണ്. അതിന് ഖേദം പ്രകടിപ്പിച്ചു. ആ വിഷയം അങ്ങനെ അവസാനിച്ചു. ബാലേന്ദ്രൻ സാറിനെ വിളിച്ചത് സാഹിത്യകാരന്മാർക്ക് വേണ്ടത്ര ഒരു ബഹുമാനം മറ്റുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നലിൽ നിന്നാണ് അദ്ദേഹം ഇട്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ കാര്യം ഗവൺമെന്റിന്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താം. സാഹിത്യോത്സവത്തിന് സർക്കാർ ആവശ്യമായ തുക നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിഷേധക്കുറിപ്പിനെ തുടർന്ന് സാഹിത്യ അക്കാദമിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് സിനിമാ താരങ്ങൾ തുടങ്ങി മിമിക്രി താരങ്ങൾക്ക് വരെ ലക്ഷങ്ങൾ പ്രതിഫലം നൽകുന്ന നാട്ടിലാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലൊരു സാഹിത്യകാരന് 2400 രൂപ പ്രതിഫലം സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തതിന് നൽകിയത്. സാഹിത്യകാരന്മാർ നേരിടുന്ന അവഗണനയുടെ ഒടുവിലത്തെ നേർസാക്ഷ്യമാണ് സാഹിത്യോത്സവ വേദിയിൽ നമ്മൾ കണ്ടത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. സാഹിത്യോത്സവത്തിൽ വിളിച്ചു വരുത്തി കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചു എന്ന കവിയുടെ ആരോപണത്തിന് പിന്നാലെ, ആ പരാതിക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. പല കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. സാംസ്കാരിക കേരളത്തിൽ സാഹിത്യകാരന്മാർക്ക് വേണ്ട വിധം വില കൽപ്പിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം സജീവമായി ഉയർന്ന് കേട്ടു. ഈ വിഷയത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ്, അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പൊതുജനങ്ങളോട് ചോദിച്ചത്. കാണാം അതിനുള്ള പ്രതികരണങ്ങൾ, ഉത്തരങ്ങൾ. വേറൊരു രീതിയിലുള്ള ഒരു സെലിബ്രിറ്റിയെ വിളിച്ചു കൊണ്ടിട്ട് അവരൊരിക്കലും അത് ചെയ്യില്ല. അവർക്ക് ഫിക്സഡ് ആയിട്ടൊരു പ്രൈസ് ഉണ്ട്. സാഹിത്യത്തിൽ മാത്രം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നത്? ഹീസ് വെരി ഫെയർ. അത് ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പുള്ളിക്ക് ഹീസ് എവറി റൈറ്റ് ടു ബി ഹേർട്ട്. എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിക്കാനുള്ള എല്ലാ അധികാരം പുള്ളിക്കുണ്ട്. കാരണം ചുറ്റും കാണാം, 3-4 ദിവസമായിട്ട് ഇവിടെ ഒരു ആഘോഷം തന്നെയാണ് നടക്കേണ്ടത്. അധികം സിനിമാക്കാരൊന്നും വന്നിട്ടൊന്നുമില്ല. ആകെ വന്നത് പ്രകാശ് രാജ് മാത്രമാണ്. ആൾ പിന്നെ അങ്ങനെ ഒരു നിലപാടുള്ള മനുഷ്യനായതുകൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ജസ്റ്റ് ഒരു ഷോ പീസായിട്ട് പ്രകാശ് രാജ് വന്നതല്ലല്ലോ. പൊതുജനം എപ്പോഴും ഒരു വിഷ്വൽ മീഡിയ കൾച്ചറിൻ്റെ ബാക്കിലാണല്ലോ. അപ്പോൾ അവർ ഈ ഷോർട്സും മറ്റേ അങ്ങനെ വാട്സപ്പ് എന്നും പറഞ്ഞ് അവർ സോഷ്യൽ മീഡിയ ആയിട്ട് നടക്കുമ്പോൾ വിഷ്വൽസ് കൂടുതൽ തള്ളി കൊടുക്കുകയല്ലേ. പിന്നെ പല മാനേജ്മെൻറ്റ് സ്കൂളിലും കോളേജിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലൈബ്രറിയിൽ അവർ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഇപ്പോൾ പെരുമാൾ മുരുകനെ വായിക്കണമെങ്കിൽ അത് പുറത്തുപോയി വായിക്കണം. ചുള്ളിക്കാടൻ സാറിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിട്ടോ, ഇതിപ്പോൾ ഒരു സമൂഹ മാധ്യമത്തിൽ പറയുമ്പോൾ അത് മൊത്തത്തിലൊരു അപമാനിതനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പരിഹാരം ചെയ്യേണ്ടതാണ്. അവരെ തീരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല, ഉത്സാഹിപ്പിക്കണം. അപ്പം അതൊരു വാസ്തവമായ കാര്യമാണ്. പൈസ തീരെ കൊടുക്കാത്തത് പരിഗണിക്കണം. പക്ഷെ അത് ചെയ്തത്
തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പരിഗണന കൊടുക്കണം, കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അവരവരുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി എന്തായാലും കൊടുത്തേ. അത് കൊടുക്കാതിരുന്നതിൽ അവർക്ക് വേറെ വല്ലതും റീസൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വിളിക്കുകയാണെങ്കിൽ കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ചിലപ്പം ദൂരെ നിന്ന് വരുവാണെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കണം. പരിഗണന കൊടുക്കണം, പരിഗണന കൊടുത്തതിനെ തീരണം. അവരുടെ കവിയല്ലേ, അതിനെ കൊടുക്കാൻ മോശമല്ലേ, കൊടുത്തതിനെ തീരണം. മാനന്തവാടിയെ ഇന്നലെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഈ വാർത്താ ദിനത്തിലേറെ നടുക്കുന്ന, ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് കർണാടകയിലെത്തിച്ച ആന ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിൽ വെച്ചാണ് ചെരിഞ്ഞത്. ഒറ്റനാൾ കൊണ്ട് ഏറെ ആരാധകരെയാണ് വയനാട്ടിൽ തണ്ണീർക്കൊമ്പൻ സ്വന്തമാക്കിയത്. കയ്യടികളോടെയായിരുന്നു മാനന്തവാടിക്കാർ ആനയ്ക്ക് യാത്രയയപ്പ് നൽകിയത്. അത് നമ്മൾ കണ്ടിരുന്നു ഇന്നലെ. എന്നാൽ ആ യാത്ര മരണത്തിലേക്കായിരുന്നു എന്ന ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. തണ്ണീർക്കൊമ്പൻ ഒരിടത്ത് നിറഞ്ഞു നിന്നത് 18-ലേറെ മണിക്കൂറുകൾ. ഒരു രാത്രി പിന്നിടുമ്പോഴേക്കും കേട്ടത് ആനയുടെ മരണവാർത്ത. നടുക്കം വിട്ടുമാറുന്നില്ല മാനന്തവാടിക്കാർക്ക്. എടവകയിലും മാനന്തവാടിയിലും മണിക്കൂറുകൾ നിറഞ്ഞു നിന്ന കാട്ടുകൊമ്പൻ കർണാടകയുടെ വനം കടന്ന് വയനാടിൻ്റെ ജനവാസ കേന്ദ്രത്തിലേക്കെത്തി. പേര് തണ്ണീർ എന്ന വിവരം പിന്നീട് പുറത്തു വന്നു. ഹാസൻ ബേലൂർ മേഖലയിൽ തോട്ടങ്ങളിൽ സ്ഥിരതാമസമാക്കിയ കൊമ്പനെ കർണാടക വനംവകുപ്പ് പിടികൂടി മറ്റൊരു കാട്ടിലേക്ക് പറിച്ചു നടുകയായിരുന്നു. നാഗർഹോളെ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഏറെ ദൂരം നടന്നെത്തിയ തണ്ണീർക്കൊമ്പൻ കാര്യമായ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കിയില്ല. ആളുകളെ ആക്രമിച്ചില്ല, കെട്ടിടങ്ങൾ തകർത്തില്ല. അതിനാൽ തന്നെ നാട്ടുകാർക്കും ആനയോട് അലോസരമില്ല. ഒരു ഉപദ്രവകാരികളോ ആയിട്ടൊന്നും ആയിട്ടില്ല. ചന്തമുള്ള കാഴ്ചയായിരുന്നു. പക്ഷെ ഇത് ഓർക്കുമ്പം ഭയങ്കര സങ്കടമാണ്. എന്നാൽ ആനയുടെ മരണവാർത്ത ഏറെ ദുഃഖത്തോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. നടുക്കം വിട്ടുമാറിയില്ല. ആനയിറങ്ങി കൃഷി നശിച്ചവർ ഉൾപ്പെടെ സങ്കടം പറഞ്ഞു. അയ്യോ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി അറിഞ്ഞപ്പോൾ മുതൽ. ഇന്നലെ തന്നെ അതിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു. പക്ഷേ ഈ വാർത്ത നമുക്കൊന്നും പറയാനില്ല. കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. എങ്കിലും അവനോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ അവനെപ്പറ്റി ദുഃഖിച്ച് തന്നെയെന്നല്ല ഇപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട്. ജനവാസ മേഖലയിൽ മയക്കുവെടി ഉതിർക്കുകയല്ലാതെ മറ്റു വഴികൾ ഇല്ലായിരുന്നു വനം വകുപ്പിന് മുന്നിൽ. വെടിയുതിർക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ആരോഗ്യമുള്ള ആനയുടെ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ മരണകാരണം ശ്വാസകോശവും ഹൃദയവും ഒന്നിച്ച് നിലച്ച അവസ്ഥയെന്ന് അന്വേഷണം തുടരുന്നു. 1 മാസത്തിലേറെ പഴക്കമുള്ള ആഴത്തിലുള്ള മുറിവുകൾ, ശ്വാസകോശത്തിലെ അണുബാധ, ആൾക്കൂട്ടത്തിനിടയിലെ സമ്മർദ്ദം, ഇതെല്ലാം ശ്വാസകോശവും ഹൃദയവും ഒരുപോലെ നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് ആനയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമികമായ കണ്ടെത്തൽ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. കർണാടകയിൽ അക്രമകാരിയായിരുന്നുവെങ്കിലും മാനന്തവാടിയിൽ മണിക്കൂറുകൾ തുടർന്ന തണ്ണീർക്കൊമ്പൻ ഒരു പ്രകോപനവും ഉണ്ടാക്കിയിരുന്നില്ല. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആനയുടെ വിയോഗം. വൈകാരികമായാണ് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്തയോട് വയനാട്ടുകാർ പ്രതികരിച്ചത്. നമ്മുടെ കിണറിൻ്റെ അവിടുന്ന് കുറച്ച് മണ്ണ് വാരി തലയിലിട്ട് ഞാൻ മൂലയ്ക്ക് പോയി. അവിടുന്ന് 2 ഇടത്തുനിന്ന് കുറച്ച് മണ്ണ് വാരി തലയിലൊക്കെ ഇട്ട് തവിട്ടു. അപ്പോൾ ഈ ജനങ്ങളെല്ലാം ചുറ്റും അടുത്തടുത്തവർക്ക് നിൽക്കണം. അതൊന്നും അവർ നോക്കുന്നു പോലും ഇല്ലായിരുന്നു. അത്ര നല്ല ഒരു പാവമായിരുന്നു. ജനങ്ങൾക്ക് മറ്റു ഉപദ്രവങ്ങളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ ഭക്ഷണം, വെള്ളം അതിന് തീരെ കുറവായിരുന്നു, കിട്ടിയിട്ടില്ല. അതിനുള്ളൊരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ അത് വിശപ്പിന് വേണ്ടി വായകൾ പൊട്ടിച്ച് കഴിച്ചല്ലാതെ ഒരു ആക്രമണ സ്വഭാവത്തോട് കൂടി ചെയ്തതല്ല. ജനങ്ങളെ അവിടെ ഇവിടെ നിന്ന് ഒച്ചപ്പാടും ബഹളമാക്കിയതുകൊണ്ട് ഒരു കുഴിമാതിരിയുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ ആയിപ്പോയി. ചുറ്റോടും റോഡാണ്, മെയിൻ റോഡാണ്, ടൗണാണ്. അതുകൊണ്ട് അങ്ങനെ കുടുങ്ങിപ്പോയി. ചെരിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമമായിപ്പോയി. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ ഉദ്ഘാടന ദിവസം തന്നെ താഴു വീണു എന്ന ഖ്യാതി നേടിയ ഒരു മാർക്കറ്റുണ്ട് എറണാകുളത്ത്. പള്ളുരുത്തി മത്സ്യ മാർക്കറ്റ്. ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് UDF സർക്കാരിന്റെ കാലത്ത് കോടികൾ മുടക്കി നവീകരിച്ച മാർക്കറ്റാണ് 10 വർഷമായിട്ടും കാട് കയറി നശിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു മത്സ്യച്ചന്ത ഉണ്ടായിരുന്നു. അന്തിച്ചന്തയെന്നാണ് ഈ മാർക്കറ്റ് അറിയപ്പെട്ടിരുന്നത്. മാർക്കറ്റ് ആധുനികവൽക്കരിച്ച് മികച്ച സേവനം കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും നൽകാൻ തൃപ്പൂണിത്തറ MLAയും ഫിഷറീസ് മന്ത്രിയുമായിരുന്ന K. ബാബു കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ വഴി 2.5 കോടി ചെലവഴിച്ച് നവീകരിച്ചു. കെട്ടിനും മട്ടിനും കുറവൊന്നുമുണ്ടായിരുന്നില്ല. ഓഫീസ് മുറി, ശീതീകരണ സംവിധാനം, മലിനജല സംസ്കരണ സംവിധാനം,
ഐസ് പൊടിക്കുന്ന യന്ത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെയാണ് മാർക്കറ്റ് ആധുനികവൽക്കരിച്ചത്. 2014 ഉദ്ഘാടനം. എന്നാൽ മാർക്കറ്റിൽ വൈദ്യുതി ലഭിക്കാത്തതിനാൽ തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കച്ചേരിപ്പടി മോഡേൺ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് ഒരു ബിൽഡിംഗ് ഇവിടെ നോക്കൂത്തി വരെ നിൽക്കുന്നു. കോർപ്പറേഷന്റെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ഇപ്പോൾ കച്ചേരിപ്പടി റോഡരികിൽ കച്ചവടം ചെയ്യേണ്ട ഗതികളിലാണ്. അതുമൂലം അവിടെ ധാരാളം അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. മാർക്കറ്റ് പ്രവർത്തിക്കാതായതോടെ ഉപകരണങ്ങൾ പലതും നശിച്ചു. മാർക്കറ്റ് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി മാറി. പിന്നീട് സൗമിനി ജെയിൻ മേയറായിരിക്കുമ്പോൾ വൈദ്യുതിയും വെള്ളവും മാർക്കറ്റിൽ എത്തിച്ചു. മാർക്കറ്റ് തുറന്ന് പ്രവർത്തിച്ചു. 48 സ്റ്റാളുകളാണ് മാർക്കറ്റിലുണ്ടായിരുന്നത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടക്കാർക്ക് പ്രയാസം നേരിട്ടതോടെ മാർക്കറ്റിലെ കച്ചവടം അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറി. ആധുനിക മാർക്കറ്റ് ഇപ്പോൾ ചവിറ്റുകൊട്ട കണക്കെയായി. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ആധുനീകരിച്ച മാർക്കറ്റുകൾ വികസന മുഖങ്ങളാകുന്ന കാലമാണിത്. വിദേശ രാജ്യങ്ങളിൽ ഇവയുടെ സ്വീകാര്യതയും ഏറെയാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും പൂട്ടുവീണ, കാട് കയറി നശിക്കുന്ന, സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയ പള്ളുരുത്തി മാർക്കറ്റ് ഇങ്ങനെ കിടന്നാൽ മതിയോ? പള്ളുരുത്തിക്കാരോട് തന്നെ ചോദിക്കാം. കംപ്ലീറ്റ് ഇതാണ് മാലിന്യം കൂമ്പാരമാക്കി മാറ്റിയേക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ഇനിയും സമരത്തിലേക്ക് ഇറങ്ങാനുള്ളത്. ഇപ്പോൾ അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും സമരങ്ങൾ ഇറങ്ങുമ്പോൾ അവർ പറയും ഇല്ല ഉടനെ ശരിയാവും. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടില്ല, ഫണ്ട് വന്നാൽ അതിൻ്റെ പുനർനിർമ്മാണം നടക്കും എന്നാണ് പറയുന്നത്. അനാശാസ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു വേദിയായി മാറിയിരിക്കുന്നത്. ഈ കച്ചേരിപ്പടിയിലുള്ള എല്ലാ ക്രിമിനൽസുകളും ഇവിടെ താവളമടിച്ചുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ധാരാളം ചെറുപ്പക്കാർ രാത്രികാലങ്ങളിൽ ഇവിടെ തമ്പടിച്ചുകൊണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോ ഇവിടുത്തെ കൗൺസിലർ 19ാം ഡിവിഷനിലെ കൗൺസിലർ ഈ മാർക്കറ്റിനകത്താണ് കൊച്ചിൻ കോർപ്പറേഷന്റെ മാലിന്യ സംഭരണശാലയായി മാറ്റിയിരിക്കുകയാണ്. പലതവണ ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറയുന്നത് മറ്റു സ്ഥലങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇത് മാലിന്യ സംഭരണശാലയാക്കി മാറ്റിയിരിക്കുകയാണെന്ന്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഒരുപാട് പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ തന്നെ 2 വാർത്തകളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ കമന്റുകൾ കാണാൻ കഴിയുന്നത്. അതിലൊന്ന് തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനം, തുടർന്നുണ്ടായ വിവാദം, അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളാണ്. കവിയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. തണ്ണീർക്കൊമ്പന്റെ വാർത്തയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തണ്ണീർക്കൊമ്പൻ ആ ഗതി വന്നതിൽ സംവിധാനങ്ങൾക്കും പങ്കുണ്ട് എന്ന് വിമർശിക്കുന്നവരുണ്ട്. അതുപോലെ ആന കാട്ടിൽ നിന്നിറങ്ങിയ ആൾക്കാരെ കൊന്നാൽ ആർക്കും ഇത്രയും സങ്കടമില്ലല്ലോ എന്ന് മുരളി ഗോപനെ പോലുള്ള ആളുകൾ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കമൻറ്റ് ബോക്സിൽ സജീവമായി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. സമയത്തിനനുസരിച്ച് നമുക്കത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ പതിവ് സെഗ്മെൻറ്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന, പ്രചോദനമാകുന്ന ചില വാർത്തകളുണ്ട്. അത്തരത്തിലൊരു വാർത്തയിലേക്ക് കാണാം. ബി പോസിറ്റീവ്. കളിയാട്ടക്കാലത്തോടുള്ള വടക്കേ മലബാറിന്റെ ആവേശം നേരിട്ടറിയണമെങ്കിൽ കാസർഗോഡ് പുലിയന്നൂരിൽ പോയാൽ മതി. പുഴയ്ക്ക് അക്കരയും ഇക്കരയും തെയ്യപ്പറമ്പുകൾ ഉയർന്നതോടെ തേജസ്വിനി പുഴയ്ക്ക് കുറുകെ നാട്ടുകാർ ചേർന്ന് ഒരു പാലം നിർമ്മിച്ചു. ഗ്രാമീണ കൂട്ടായ്മയുടെ നിറമുള്ള കാഴ്ചയായി അത് മാറി. ഇന്ന് തെയ്യത്തിന്റെ മാത്രമല്ല, ഒരു പാലത്തിന്റെ വിശേഷം കൂടെ പറയാനുണ്ട്. നമുക്കത് കാണാം. തെയ്യപ്പറമ്പുകൾ തോറുമുള്ള ഓട്ടത്തിന് പുഴയൊരു തടസ്സമാകരുത്. അക്കരക്കാവിലും പോകണം, ഇക്കരക്കാവിലും പോകണം. നാട്ടുകാർ ഒരു മാസത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലുണ്ടാക്കിയത്. നാടിൻ്റെ കൂട്ടായ്മ നമ്മളെ മൊത്തം എന്താ അതിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. നേരത്തെ വണ്ടിയാക്കിയിട്ട് പോകണം. ഇപ്പോൾ പാലം വന്നപ്പോൾ പിന്നെ നമുക്ക് നേരെ ഇടുന്നു അങ്ങോട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോകാം. ആരുടെയും കനിവിന് കാത്തിരുന്നില്ല. നാട്ടുകാർ ഒത്തുചേർന്നുള്ള അധ്വാനമാണ്. ഒരു മാസത്തോളം ഇരു കരകളിലെയും നാട്ടുകാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 10-50ഓളം ആൾക്കാർ തുടർച്ചയായിട്ടുള്ള ഒരു മനുഷ്യാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്
യാഥാർത്ഥ്യമായിട്ടുള്ളത്. അതിന് ഒരു 10-50ഓളം കവുങ്ങുകളും ഒരു 100ഓളം മരങ്ങൾ തൂണിനാവശ്യമായിട്ടുള്ള മരങ്ങളൊക്കെ തന്നെ നാട്ടുകാർ സംഭാവന നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നടപ്പാലം യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഒരു നാടിന്റെ കളിയാട്ടക്കാലത്തോടുള്ള സ്നേഹവും അതിനായി രൂപപ്പെട്ട ജനകീയ കൂട്ടായ്മയുമാണ് കഥ. കാസർഗോഡ് ചീമനയിൽ നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഒരു നാടൊന്നാകെ ഒന്നിച്ചപ്പോൾ അവർക്കൊരു പാലം കിട്ടിയിരിക്കുന്നു. ആ പാലം നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ നാടിനെ ഒന്നാകെ നമുക്ക് ചേർന്ന് അഭിനന്ദിക്കുകയും ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് തീപിടിക്കുന്നത് പതിവാകുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് തൊഴിലാളികൾക്ക് സംഭവിച്ചത്. അട്ടിമറി ആരോപിക്കുമ്പോഴും യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കോഴിക്കോട് ബേപ്പൂര്, ചാലിയം, ഫറൂഖ് എന്നിവിടങ്ങളിലായി 3 തീപിടുത്തങ്ങളാണ് ഉണ്ടായത്. രാത്രിയുടെ മറവിലുണ്ടായ തീപിടുത്തങ്ങളിൽ അന്വേഷണം നടക്കുന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ജനുവരി 1 രാത്രി 8:20 ചാലിയം പരമ്പരാഗത മത്സ്യബന്ധന കേന്ദ്രത്തിലെ അഗ്നിബാധയിൽ 1.14 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 25 ഷെഡുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. 4000-ഓളം പ്ലാസ്റ്റിക് പെട്ടികൾ, 4 എഞ്ചിനുകൾ, മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടമായി. ഷെഡുകളിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയ്ക്കും പെട്രോളിനും തീപിടിച്ചതോടെ തീ വേഗത്തിൽ ആളിപ്പടർന്നു. രണ്ടാമത്തെ തീപിടുത്തം ഉണ്ടാകുന്നത് ജനുവരി 24 പുലർച്ചെ 3:30. യാർഡിൽ അറ്റകുറ്റപ്പണിക്കായി സൂക്ഷിച്ചിരുന്ന പുതിയാപ്പ സ്വദേശിയുടെ മിലൻ എന്ന മത്സ്യബന്ധന ബോട്ടാണ് കത്തി നശിച്ചത്. പിന്നാലെ ജനുവരി 25 ഫറൂഖ് പഴയ പാലത്തിന് സമീപം കരയിൽ കയറ്റിയിട്ട ഫൈബർ വെള്ളത്തിനും തീപിടിച്ചു. മീൻചന്ത ഫയർഫോഴ്സാണ് 3 ഇടങ്ങളിലും തീയണച്ചത്. ഇത് അണച്ചതിന് ശേഷം നമ്മൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും അതിൽ നമുക്ക് വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ അത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നമ്മൾ ആ വ്യക്തമായ കാരണം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അത് കൂടുതലായിട്ട് ശാസ്ത്രീയമായ തെളിവുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ലെറ്റർ കൊടുക്കുകയാണ് ഉണ്ടായത്. കോടികളുടെ നഷ്ടമുണ്ടായ സംഭവങ്ങളിൽ അന്വേഷണം നടക്കുന്നല്ലാതെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഇതുവരെയും ആയിട്ടില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജീവിതോപാധികൾ കൂടി നഷ്ടപ്പെട്ടതോടെ മുന്നോട്ടു പോകും പ്രതിസന്ധിയിലാണ്. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനൊപ്പം അർഹമായ നഷ്ടപരിഹാരം കൂടി ലഭ്യമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. തുടർക്കഥയാകുന്ന തീപിടുത്തം, എങ്ങുമെത്താത്ത അന്വേഷണങ്ങൾ, സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണേണ്ടവർ കണ്ണടയ്ക്കുകയാണോ? ബേപ്പൂരുകാർക്ക് പറയാനുള്ളത് കേൾക്കാം. ഇതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും ഇതിൻ്റെ കുറ്റ അന്വേഷണ കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ നടക്കുന്നില്ല. ഇപ്പോഴും അത് അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്നും വളരെ വേദനയിലും ദുരിതത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ തീപിടിക്കുന്ന കാരണം നമ്മളെ ചാലിയത്തെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യം കുറവാണ്. നമ്മൾ നിരന്തരം മാറി വരുന്ന സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഒരു ഫിഷിംഗ് ലാൻഡ്. ഇവിടെ ആരൊക്കെ വന്നു പോകണമെന്ന് അന്വേഷിക്കാൻ ക്യാമറ സംവിധാനങ്ങളില്ല. ഇതൊക്കെ നമ്മളെ ഒരു നാട്ടിൻ്റെ വീഴ്ച തന്നെയാണ്. ഇനിയും തീ പിടിച്ചൂടാന്ന് നമ്മൾ പറയുന്നില്ല, ഇനിയും പിടിക്കും തീ. സാധാരണ ഒരു പ്ലാസ്റ്റിക് കൊണ്ടും അല്ലെങ്കിൽ ഓലമേഞ്ച് ഷെഡുകളൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രൂപത്തിലൊരു നല്ല സൗകര്യത്തോടു കൂടി ഉള്ള ഒരു ഷെഡുകളാക്കണം. അതിന് ഗവൺമെൻറ് വേണ്ടത്ര എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, കാരണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അവർക്ക് ആ പഴയ ഷെഡുകളൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ കത്തി എണ്ണ കൊണ്ട് കത്താൻ എളുപ്പമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധകൾ പെടുത്തിയതാണ്. മുമ്പും പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും പല ആളുകളും ഇവിടെ വന്നിട്ട് എല്ലാവരും പെടുത്തിയതാണ്. ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇത് മന്ദഗതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ കാർഡ് കൈവശം വെച്ചില്ലെങ്കിൽ 1000 രൂപ പിഴ ഈടാക്കും.
ഫിഷറീസ് മന്ത്രി സജി ചെറിയാനാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയത്. മത്സ്യബന്ധന യാനത്തിലുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികളും നിർബന്ധമായും ആധാർ കരുതിയിരിക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട്. രാജ്യസുരക്ഷ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടാണ് ആധാർ നിർബന്ധമാക്കിയത്. കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുക, ആഴക്കടലിൽ അനധികൃത പ്രവർത്തനങ്ങൾ തടയുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മുന്നിൽ കണ്ടാണ് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് ആധാർ നിർബന്ധമാക്കിയിരിക്കുന്നത്. മത്സ്യബന്ധന യാനങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും ആധാർ ഉണ്ടോ എന്നുള്ളത് നിർബന്ധമാക്കേണ്ടത് ബോട്ടുടമയുടെ കടമയാണ്. അല്ലാത്തപക്ഷം ബോട്ടുടമയ്ക്കെതിരെയും നടപടിയുണ്ടാകും. നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടുന്ന ജോയിന്റ് കോസ്റ്റൽ സെക്യൂരിറ്റി മീറ്റിംഗിലെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ആധാർ നിർബന്ധമാക്കിയിരിക്കുന്നത്. തീരസുരക്ഷ, മനുഷ്യക്കടത്ത്, ഉൾക്കടലിലെ അനധികൃത പ്രവർത്തനങ്ങൾ, ശത്രുക്കളുടെ നുഴഞ്ഞുകയറ്റം തുടങ്ങിയവ മുന്നിൽ കണ്ടാണ് ആധാർ കാർഡ് കൈവശം വെക്കുന്നത് നിർബന്ധമാക്കിയത്. ഇത്തരത്തിൽ ആധാർ കൈവശമില്ലാതെ ഒരാളെപ്പോലും ബോട്ടുടമ ബോട്ടിൽ പ്രവേശിപ്പിക്കരുതെന്ന് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമത്തിൽ വ്യക്തമാക്കുന്നു. മത്സ്യത്തൊഴിലാളി അതിനെതിരെ കർശനമായി പ്രതിഷേധിക്കുക. കാരണം നമ്മൾ ഈ മത്സ്യബന്ധന ഉപകരണങ്ങൾ വർഷാവർഷം തോറും നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫാമിൽ ഇതിൽ പോകുന്ന ജീവനക്കാരുടെ കംപ്ലീറ്റ് അഡ്രസ്സ്, അതായത് ആധാറിൻ്റെ കോപ്പി, അവരുടെ ടെലിഫോൺ നമ്പർ, ഇതെല്ലാം വെച്ചാണ് നമ്മൾ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ആധാർ കൊണ്ടുപോയി നമ്മൾ കടലിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈ ആധാർ തിരിച്ചു കിട്ടാൻ ഇനി എത്ര സമയമെടുക്കും? ആധാർ ഇല്ലെങ്കിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പിഴ 1000 രൂപയാണ്. ഒറിജിനൽ ആധാർ കാർഡ് തന്നെ കൈവശം വെക്കണമെന്നാണ് നിയമം. കടലിൽ പോകുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ PVC ആധാർ കാർഡുകളായതിനാൽ പ്രശ്നമുണ്ടാകില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ കാർഡ് നഷ്ടമായാൽ ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാമെന്നും സർക്കാർ പറയുന്നു. രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആധാർ കൊണ്ടുപോകുന്നതിൽ യാതൊരു പ്രശ്നമില്ല. നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗവൺമെന്റ്? 1000 രൂപ ഫൈൻ, അത് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്തൊരു കാര്യമാണ്. കടലിൽ വെച്ചുള്ള സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കാനാണ് ഒറിജിനൽ ആധാർ തന്നെ കൈവശം വെക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നത്. ആധാർ നഷ്ടമായാൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകുന്നു. സർക്കാർ കരുതുന്നത് പോലെ രാജ്യസുരക്ഷയും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും ഒക്കെ മുന്നിൽ കണ്ട് ആധാർ നിർബന്ധമാക്കിയത് വളരെ നല്ല കാര്യം. പക്ഷേ ആധാർ കാർഡുകൾ കടലിൽ നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ അതിനടിയന്തരമായി പരിഹാരം കാണേണ്ടത് സർക്കാർ തന്നെയാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വലിയ പ്രാധാന്യമുള്ള രേഖകളെല്ലാം കടലിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്നത് വലിയ പ്രയാസമുണ്ടാക്കും എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. കാണാം മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണങ്ങൾ. അത് കൈവിട്ട് പോയാൽ പിന്നെ അത് പോയില്ലേ? അത് കടലിൽ പോകുമ്പോൾ കൈവിട്ട് പോയാൽ അതൊക്കെ പോയില്ല. അതിൻ്റെ ആവശ്യം മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു അനുകൂലവുമില്ല. അവർക്ക് പിഴ ഈടാക്കാനേ ഗവൺമെൻറ് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ആധാർ കടലിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു. ആധാർ നഷ്ടപ്പെട്ട തിരിച്ച് എങ്ങനെ നമ്മൾ എടുക്കും? അക്ഷയന് തരുമോ അതോ ഗവൺമെൻറ് തിരിച്ചു തരുമോ? എല്ലാ മേഖലയിലും, അതായത് ഈ കടൽ മേഖലയിൽ ഫിഷറീസിൻ്റെ ഫൈൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. മറ്റ് ഫിഷറീസിൻ്റെ തൊഴിലാളികൾക്കുള്ള ഒരു ആനുകൂല്യവും ഇവിടെ കിട്ടുന്നതുമില്ല. അപ്പോൾ അത് ശരിയായ നടപടിയല്ല മത്സ്യത്തൊഴിലാളികൾ. നമ്മൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ സൈന്യമാണ്. അപ്പോൾ അത് എല്ലാവരും ആധാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവും. ഈ ജീവസുരക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണ്. പക്ഷേ ഈ ഫൈൻ ഒഴിവാക്കുകയും അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഇത് ഈടാക്കുന്നത് ശരിയായ നയമല്ല. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കോടതിയെ സമീപിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ തുടർച്ചയായി സമൻസുകൾ അവഗണിക്കുന്ന സാഹചര്യത്തിലാണ് EDയുടെ നടപടി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, 5 തവണ സമൻസുകൾ നൽകി, പക്ഷേ അതിനോട് മുഖം തിരിക്കുന്നു കെജ്രിവാൾ എന്നുള്ള വിമർശനവുമായി കോടതിയെ സമീപിക്കുന്നു അന്വേഷണ സംഘം. ഏത് തരത്തിലാണ് EDയുടെ നീക്കങ്ങൾ അച്യുതൻ? റീജിത്ത്, മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ED 5 സമൻസുകളാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നൽകിയത്. പക്ഷേ ഈ 5 തവണയും പല ഔദ്യോഗിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു
സമൻസിനെ കേജ്രിവാൾ അവഗണിച്ചത്. ഈ അഞ്ചാമത് നൽകിയ സമൻസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച ദിവസമായിരുന്നു ആം ആദ്മിയുടെ നേതൃത്വത്തിൽ BJPക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്തത്. അങ്ങനെ 5 സമൻസുകൾ അവഗണിച്ചു. ഈ സാഹചര്യത്തിലാണ് ED കോടതിയിലേക്ക് ഈ വിഷയം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അതായത് ഈ സമൻസുകളെ അവഗണിക്കുന്നതിനെതിരെയും കേസിന്റെ നടപടികളിൽ സഹകരിക്കാത്തതിനും ചൂണ്ടിക്കാട്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേക കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി കാത്തിരിക്കേണ്ടത് കോടതിയിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഇടപെടലാകും ഉണ്ടാകുക എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുകയായിരിക്കും ചെയ്യുക. എന്തായാലും ആ കേസിൽ ഇപ്പോൾ ED കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 5 തവണയാണ് നൽകിയിരിക്കുന്നത്. ഒക്ടോബറിലാണ് ആദ്യ സമൻസ് നൽകുന്നത്. അതിനുശേഷം തുടർച്ചയായ മാസങ്ങളിലെല്ലാം തന്നെ കേജ്രിവാളിന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച സമൻസ് നൽകിയിരുന്നു. ഈ മദ്യനയ അഴിമതി കേസിൽ CBIയുടെ ചോദ്യം ചെയ്യലിന് മാത്രമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നത്. എന്നാൽ EDയുടെ ഒരു അന്വേഷണത്തിൽ ഇതുവരെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സഹകരിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ പിടിമുറുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 5 തവണ സമൻസ് അയച്ചിട്ടും ആ സമൻസുകളോട് മുഖം തിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെജ്രിവാളിനെതിരെ കോടതിയെ സമീപിക്കുകയാണ് ED. കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് ശ്രദ്ധേയവുമാണ്. സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റുകൾ വൻകിട ഏജന്റുമാർക്ക് കൂട്ടത്തോടെ നൽകുന്നത് നിയന്ത്രിക്കാൻ ലോട്ടറി വകുപ്പിന്റെ തീരുമാനം. 1-ാം സ്ലാബുകാർക്ക് നൽകുന്ന ടിക്കറ്റിൽ കുറവ് വരുത്തി. ഇത് ഭിന്നശേഷിക്കാർക്ക് നൽകാനാണ് തീരുമാനം. സംസ്ഥാനത്ത് പ്രതിദിനം 100-ൽ കൂടുതൽ ടിക്കറ്റ് ലഭിക്കുന്നവരുടെ എണ്ണം നന്നേ കുറവെന്ന 24 വാർത്തയെ തുടർന്നാണ് നടപടി. 24 ഇമ്പാക്ട്. നിർധനരും ഭിന്നശേഷിക്കാരുമായ ആളുകൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത ഭാഗ്യക്കുറി പദ്ധതിയിലെ ടിക്കറ്റുകൾ വൻകിടക്കാരുടെ കൈകളിലോ എന്നായിരുന്നു ഡിസംബർ 16-ന് 24 നൽകിയ വാർത്ത. ആ വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന് സ്ഥിര വരുമാനം ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണ് ഭാഗ്യക്കുറി ആരംഭിച്ചത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ പലപ്പോഴും വൻകിടക്കാരായി മാറുന്നുവെന്ന പരാതികൾക്കിടെയാണ് സാധാരണക്കാർക്ക് ആശ്വാസമായി ലോട്ടറി വകുപ്പിന്റെ പുതിയ തീരുമാനം. 1-ാം സ്ലാബിൽ 8,425 മേൽ ടിക്കറ്റ് എടുക്കുന്നവരിൽ നിന്നാണ് കുറവ് വരുത്തുക. 1% കുറവ് വരുത്തി ആ ടിക്കറ്റ് കൂടി ഇനി ഭിന്നശേഷിക്കാരായ കച്ചവടക്കാർക്ക് നൽകും. ഇതോടെ ഭാഗിക ആശ്വാസമാകും സംസ്ഥാനത്തെ നിർധനരായ ലോട്ടറി കച്ചവടക്കാർക്ക്. വൻകിട ഏജന്റുമാരാണ് ലോട്ടറി മേഖലയിലെ 80% നിയന്ത്രിക്കുന്നത്. അത് 24 വാർത്ത പുറത്തു വന്നതിന് ശേഷം 1% ലോട്ടറി ടിക്കറ്റുകൾ വെട്ടിക്കുറയ്ക്കാനാണ് ഇപ്പോൾ ഭാഗ്യക്കുറി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. പുതിയ തീരുമാനപ്രകാരം മാറ്റിവെക്കപ്പെട്ട ടിക്കറ്റുകൾ ദുർബല വിഭാഗക്കാർക്കാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഏജൻസി എടുക്കുന്ന എല്ലാവർക്കും ടിക്കറ്റ് നൽകാൻ ലോട്ടറി വകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യവും മേഖലയിലുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നു. നിർധനരും നിരാലംബരും ഭിന്നശേഷിക്കാരുമായ ആളുകളിലേക്ക് ലോട്ടറി ആനുകൂല്യങ്ങൾ പൂർണ്ണമായി എത്തുമ്പോഴേ ആ പദ്ധതിയുടെ വിഭാവന ലക്ഷ്യം പൂർത്തിയാകൂ. അതിനുള്ള ഇടപെടലുകളാണ് ഇനി ലോട്ടറി വകുപ്പ് അടക്കം നടത്തേണ്ടത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ടിക്കറ്റുകൾ വൻകിട ഏജന്റുമാർക്ക് കൂട്ടത്തോടെ നൽകുന്നത് നിയന്ത്രിക്കാനുള്ള ലോട്ടറി വകുപ്പിന്റെ തീരുമാനത്തോട് ഏജന്റുമാരും പൊതുജനങ്ങളും ഏതു തരത്തിലാണ് പ്രതികരിക്കുന്നത്? അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കാം, കാണാം പ്രതികരണങ്ങൾ. ഇപ്പോൾ കിട്ടുന്നതിൽ ഞങ്ങൾക്ക് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ കുറവായിട്ടേ കിട്ടുന്നത്. പക്ഷേ ഇനിയും കൂടുതൽ കിട്ടിയാലാണ് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു കൂലിയും കിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. ഇതേ തീരുമാനം തുടർന്ന് പോയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാവും. സാധാരണക്കാരായ ഞങ്ങളെപ്പോലെയുള്ള ലോട്ടറി കച്ചവടക്കാർക്ക് ലോട്ടറി മുടക്കം കൂടാതെ കിട്ടാനുള്ള സൗകര്യം ഇപ്പോൾ എടുത്ത തീരുമാനം നല്ല കാര്യമാണ്. അപ്പോൾ ഈ നിലയ്ക്ക് പോയാൽ ഞങ്ങൾക്ക് ലോട്ടറി കിട്ടും. റെഡിയാക്കി തന്നതിന് ലോട്ടറി ഓഫീസിനോട് നന്ദി പറഞ്ഞുകൊള്ളു. അപ്പോൾ ഞങ്ങൾക്കും ഈ ചെറുകിട കച്ചവടക്കാർക്കും ആവശ്യത്തിനുള്ള ടിക്കറ്റ് കിട്ടും. നടന്ന് വിൽക്കുന്ന ആൾക്കാർക്കും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ടിക്കറ്റ് കൊടുക്കാൻ നമുക്ക് കഴിയും. കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് മൂലം റോഡുകൾ തകരുന്നതും ജനങ്ങൾ യാത്രാക്ലേശം അനുഭവിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയരുന്നതുമൊക്കെ സംസ്ഥാനത്തെ സ്ഥിരം കാഴ്ചയാണ്. വർഷങ്ങൾ പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകളിലെ ചോർച്ചയടയ്ക്കാൻ വാട്ടർ അതോറിറ്റി നിരന്തരമായി റോഡ് പൊളിക്കുന്നത് മൂലം ദുരിതം പേറുകയാണ് മലപ്പുറം കോണാമ്പാറ നിവാസികൾ. 3 വർഷം മുമ്പ് പണികഴിപ്പിച്ച റോഡാണ് പൈപ്പ് നന്നാക്കാനെന്ന പേരിൽ വീണ്ടും കുത്തിപ്പൊളിക്കുന്നത്. പൈപ്പുകൾ സ്ഥാപിക്കാനും പൈപ്പുകൾ നന്നാക്കുന്നതിനുമായി റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായതാണ്. ഇത്തരം കുഴികളിൽ വീണ് മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും
വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവുന്നില്ല. മലപ്പുറം കോണാമ്പാറ മുതൽ കാരാത്തോട് വരെ 6 കിലോമീറ്റർ ദൂരമാണ് ഈ റോഡ്. റോഡിനടിയിൽ 2.5 കിലോമീറ്റർ നീളത്തിലാണ് പൈപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. അണ്ടിക്കാട് നിന്നുള്ള വാട്ടർ ടാങ്കിൽ നിന്ന് പെരുമ്പറമ്പ് വരെയാണ് കുടിവെള്ള വിതരണം. കുട്ടിക്കാലത്ത് നമ്മൾക്ക് ഓർമ്മ വരുന്നതിന് മുമ്പ് ഇതിലിട്ട പൈപ്പ് ലൈനാണ് ഇപ്പോൾ ഈ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 40 വർഷത്തിൻ്റെ അടുത്തെങ്കിലും പഴക്കമുള്ള പൈപ്പിലാണ് പാച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ വാട്ടർ അതോറിറ്റി ഈ ലൈന് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം കിടക്കുന്നത്. അന്ന് ഇട്ട അന്നത്തെ റോഡല്ല എന്നുള്ളത്. റോഡ് വീതി കൂടി വാഹനങ്ങൾ പൈപ്പിൻ്റെ മേലെയാണ് കയറി പോകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പൊട്ടലാണ്. റോഡിനടിയിൽ സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾക്ക് വർഷങ്ങൾ പഴക്കമുണ്ട്. പൈപ്പുകൾ പലതും കാലപ്പഴക്കം മൂലം ദ്രവിച്ചു തുടങ്ങി. പൊട്ടിയ ഭാഗത്തൂടെ വെള്ളം റോഡിലേക്ക് എത്തിയാൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർ വന്ന് കുഴിയെടുക്കും. ഇതോടെ യാത്ര ദുസ്സഹമാകും. പഴയ കാലത്തെ മാതിരില്ല, ഇപ്പോൾ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. ഇൻകൽ സിറ്റി ഒക്കെ മേലാണ്. പക്ഷെ ഒരിടത്ത് ശരിയാക്കുമ്പോൾ മറ്റൊരിടത്ത് പൊട്ടുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് പൈപ്പ് മാറ്റൽ തന്നെ നിർവാഹമുള്ളൂ. കാരണം ഇപ്പോൾ ചിലയിടത്തൊക്കെ പൈപ്പ് റോഡിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പോയിക്കൊണ്ട്, പഴയ കാലത്തെ പൈപ്പല്ലേ. അപ്പം ഞാൻ സൈഡിൽ കൂടി ഇട്ട് ശരിയാക്കണം, എന്നാലേ ഇപ്പോൾ ക്ലിയറായി മാറുള്ളൂ. റോഡിനടിയിൽ നിന്ന് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയോ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാട്ടർ അതോറിറ്റിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമാണ് ഈ വാഴ. ഒരു നല്ല റോഡിനെ എങ്ങനെ അധികാരികളുടെ കെടുകാര്യസ്ഥത മൂലം യാത്രായോഗ്യമല്ലാതാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. ക്യാമറാമാൻ അർഷക്കിനൊപ്പം അരുൺ പാറക്കൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. വർഷങ്ങൾ പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകൾ കാരണം വെള്ളവും റോഡും ഒരേ സമയം മുടങ്ങുന്ന അവസ്ഥയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാണാം പ്രതികരണം. 40 വർഷത്തോളമായി പെരുമ്പറമ്പ് ടാങ്കിൽ നിന്നും ചില പൈപ്പ് ലൈൻ കയറിയിട്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വണ്ടികൾ പോയി ടോറസും മറ്റുള്ള വണ്ടിയും ദിവസം ഒരു 2-3 സ്ഥലത്ത് റോഡ് പൊട്ടി വെള്ളവും ഗതാഗതം തടസ്സപ്പെടുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സിനും സ്കൂൾ വാഹനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അധികൃതർ ഏറ്റവും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ച് പൈപ്പ് ലൈൻ മാറ്റി പുനഃസ്ഥാപിക്കണമെന്ന് കോണാമ്പാറ ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ പേരിൽ ആവശ്യപ്പെടുകയാണ്. 8-9 സ്ഥലത്താണ് ഇതുപോലെ കുഴികളുള്ളത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ സുഹൃത്ത് ഇതുപോലെ ഒരു വാഹനം പിന്നിലിടിച്ച് അവനതിൽ നിന്ന് വീണ് 6 സ്റ്റിച്ചാണ് അവന് താടിൻ്റെ എല്ല് പൊട്ടിയിട്ട് നിലവിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് ഇവിടുത്തെ നാട്ടുകാർക്കും ഡ്രൈവേഴ്സ് യൂണിയനും അറിയിക്കാനുള്ളത്. ഈ പ്രശ്നം കാണാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളോളമായി. പക്ഷെ ഇതിൻ്റെ ഇതുമായിട്ട് ഞാൻ വാട്ടർ അതോറിറ്റിനെ സമീപിച്ചു. വരാം, ചെയ്യാൻ നോക്കാം, വേറെ പ്രശ്നമല്ല. അതേമാതിരി ഇത് MLA റോഡാണ്. MLAയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന് MLA പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പഴയ ഒരു ഏകദേശം 46-47 കൊല്ലമായ പഴക്കമുള്ള പൈപ്പുകളാണ്. അത് എങ്ങനെ മാറ്റുന്നൊരു ശാശ്വതമല്ല എന്നാണ് വാട്ടർ അതോറിറ്റി പറഞ്ഞത്. ആരോട് ചെന്നാലും ആരോട് പറഞ്ഞാലും അവർ ചെയ്യാൻ നോക്കാമെന്നല്ലാതെ വേറെ മറുപടി ഒന്നും ഇതിന് കിട്ടുന്നില്ല. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ പീതാംബരൻ പട്ടത്താനം എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത്, തണ്ണീർക്കൊമ്പനാണല്ലോ വാർത്തകളിൽ നിറയുന്നത്, ഈ അരിക്കൊമ്പനെ കുറിച്ച് അറിയാൻ കൂടി ആഗ്രഹമുണ്ട്, എന്താണ് അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്നുള്ളതാണ്. അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന വിവരം, അത് ആരോഗ്യവാനാണ്, മറ്റൊരു ആനക്കൂട്ടത്തിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അരിക്കൊമ്പൻ ആരോഗ്യവാനായി തന്നെ തുടരുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ പോയാൽ, സുപ്രീം കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നരേന്ദ്രമോദിക്ക് പ്രയാസമുണ്ടാകാത്ത കേസുകളിൽ മാത്രമാണ് നിഷ്പക്ഷ വിധി ഉണ്ടാകുന്നത്. ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കിയത് അപമാനകരം. സുപ്രീം കോടതിയോട് നാണമില്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. വിമർശനത്തിന്റെ പേരിൽ കേസെടുത്താലും പ്രശ്നമില്ലെന്നും MA ബേബി പറഞ്ഞു. ലോകത്ത് ഏതു ഭരണഘടനയും അതിനകത്ത് മികവുകളും ഉണ്ടാവും, കുറവുകളും ഉണ്ടാവും, വ്യത്യസ്ത തോതിൽ. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കുറവുകളൊന്നുമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ള മികവുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ കുറവുകളാണെന്ന് കരുതുന്നവരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ഞാനൊരു സങ്കോചവുമില്ലാതെ വിമർശനം ഉന്നയിക്കുകയാണ് മോഡിയെയും അമിത്ഷായെയും സംബന്ധിച്ച്. പക്ഷെ ഞാൻ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ 2 പേര് പറയുമ്പം ആ വിമർശനം പൂർണ്ണമാവില്ല. മോഹൻ ഭഗത്ത് എന്ന് പറഞ്ഞിട്ട് വേണം ഇവരുടെ 2 പേരുടെയും പേര് പറയാൻ. മോഹൻ ഭഗത്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അജണ്ട ഇപ്പോൾ തീരുമാനിക്കുന്നത്, RSSന്റെ സർസംഘ് ചാലക്.
സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, പരമോന്നത നീതിപീഠത്തിനെതിരെയാണ് വിമർശനം. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും താൻ വകവയ്ക്കുന്നില്ല എന്ന് MA ബേബി പറയുന്നു. ആ വിമർശനത്തിന്റെ ഉള്ളടക്കം എങ്ങനെ സജോ? റിജിത്ത്, കണ്ണൂരിൽ KSTAയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവാധ്യാപക സംഗമത്തിലാണ് MA ബേബിയും പരമോന്നത നീതിപീഠത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതിയോട് നാണമില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. സുപ്രീം കോടതി വിധികൾ മോദിക്ക് ഏതെങ്കിലും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടാക്കാത്ത വിധിയാണ്. ഇടയ്ക്ക് ചില നിഷ്പക്ഷ വിധികൾ വരും, പക്ഷേ അതും പ്രധാനമന്ത്രിക്കോ നരേന്ദ്രമോദിക്കോ BJPക്കോ ഒക്കെ പ്രയാസം ഉണ്ടാക്കാത്ത വിധികളാണ്. അദാനിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പരിശോധിക്കുകയാണെങ്കിൽ വാദി പ്രതിയാകുന്ന സാഹചര്യം പലപ്പോഴുമുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് അപമാനകരം എന്നാണ് അദ്ദേഹം പറയുന്നത്. വിമർശനത്തിന്റെ പേരിൽ തനിക്കെതിരെ കേസെടുത്താലും പ്രശ്നമൊന്നുമില്ല എന്നും അദ്ദേഹം പറയുന്നു. BJPയെയും സംഘപരിവാറിനെയും അവരുടെ രാഷ്ട്രീയ നയത്തെയും ഒക്കെ വിമർശിക്കുന്ന കൂട്ടത്തിലാണ് സുപ്രീം കോടതിയും നിഷ്പക്ഷമല്ല, അല്ലെങ്കിൽ മോദിക്ക് പ്രയാസം ഉണ്ടാകാത്ത വിധികളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത് എന്ന വിമർശനമാണ് അദ്ദേഹം ഒരുപക്ഷെ കോടതി ലക്ഷ്യത്തിന്റെ പരിധിയിൽ കൂടി വരുന്ന ഒരു വിമർശനമാണ് അദ്ദേഹം ഈ വേദിയിൽ ഉന്നയിച്ചത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.